Hi everyone, this is Yabin from Evika. അങ്ങനെ iOS 27 പുതിയ ബീറ്റ ആപ്പ് റിലീസ് ചെയ്യേണ്ട ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഏകദേശം 5.4 GB എൻ്റെ iPhone 17 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാവരുടെയും ഡിവൈസിൽ അപ് ടു 6 GB 7 GB വരെ ഈ ഒരു ബീറ്റ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ പുതിയ WatchOS, macOS, visionOS, tvOS എന്നിങ്ങനെയുള്ള പുതിയ ബീറ്റാസും റിലീസ് ചെയ്യുന്നുണ്ട്. iOS 26.6 RCസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOS 27 പറ്റി സംസാരിക്കാം. ഇതുപോലെ കിടിലൻ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടിപൊളി വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇത് മാത്രമല്ല നെയ്മറിൻ്റെയും മെസ്സിയുടെയും റൊണാൾഡോയുടെ ഒക്കെ വാൾപേപ്പേഴ്സ് നമ്മുടെ എവിക്കയുടെ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്കത് വേണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ കമ്മ്യൂണിറ്റി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. സോ ദിസ് ഇസ് യബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഈ ഒരു അപ്ഡേറ്റിന് തുടക്കം നമുക്ക് ബിൽ നമ്പർ ആൻഡ് മോഡേൺ ഫേംവെയർ സ്റ്റാർട്ട് ചെയ്യാം. ബിൽ നമ്പർ ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മോഡേൺ ഫേംവെയർ ലഭിച്ചിരിക്കുന്നത് 16 Pro അതിൻ്റെ താഴത്തേക്കാണ്. 17 Pro അല്ലെങ്കിൽ 17 സീരീസിൻ്റെ ഓർ ലേറ്റർ ഡിവൈസുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിൽ അല്ലെങ്കിൽ ബേറ്റയിൽ പുതിയ മോഡേൺ ഫേംവെയർ അപ്ഡേറ്റ്സ് യാതൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല. അതോടൊപ്പം സിറി നിങ്ങൾ പുതിയതായിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഒരു സ്പ്ലാഷ് സ്ക്രീൻ കാണിക്കുന്നുണ്ട്. പുതിയ AI സിറി അല്ലെങ്കിൽ ആ ഒരു പുതിയ നോട്ടിഫിക്കേഷൻസിൽ ആ ഒരു സിറിനെ പുതിയ കോൺവെർസേഷനും ബാക്കി എന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നിങ്ങനെ ഒരു ചെറിയ സ്പ്ലാഷ് സ്ക്രീനും വരുന്നുണ്ട്. ഈ ഒരു പുതിയ സിറി AI നിങ്ങൾക്ക് കുറച്ചും കൂടെ റെസ്പോൺസീവായ വോയിസുകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻസും ആപ്പിൾ കൊണ്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. Hi, let's find the right The colors of the sky fade with the setting. The colors of the sky fade with the setting sun as the stars begin to shine through. The colors of the sky fade. The colors of the sky fade with the setting sun as the stars begin to shine through the clear night. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റ് ശേഷം എല്ലാ വിജറ്റ്സുകളും കുറച്ചുകൂടെ ഡീപ്പ് ബ്ലാക്കറിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിക്കും മനസ്സിലാവും. ഇവിടെ ഗ്രേ ആയിട്ട് ഫീൽ ചെയ്യുന്നത് മേ ബി ക്യാമറയുടെ ആ ഒരു കാര്യം കൊണ്ടായിരിക്കും. എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെ ഐക്കൺസും അതോടൊപ്പം വിജറ്റ്സും ഇപ്പം മച്ച് മോർ ഡാർക്കറായിട്ടാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇനി മുതൽ ആപ്ലിക്കേഷൻ്റെ ക്യാഷ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ സൊമാറ്റോ എടുത്തു. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഓപ്ഷനിൽ ഒപ്റ്റിമൈസ് സ്പേസ് ഉണ്ട്. ക്ലിയർ ആപ്പ് ക്യാഷ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ് ഈ വന്നിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഈ ഓപ്ഷൻസ് എല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻസിൽ അൺവോണ്ടായ ക്യാഷസോ തമ്നെയിൽസോ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്തുകൊണ്ട് ഫോണിൻ്റെ ഡിവൈസിൻ്റെ സ്റ്റോറേജ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി ഈ ഒരു അപ്ഡേറ്റ് ശേഷം ഉണ്ടായ പെർഫോമൻസും ബാക്കി കാര്യം ചോദിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ടാണ് എനിക്ക് ഈ അപ്ഡേറ്റ് ഫീൽ ചെയ്യുന്നത്. കാരണം ഓരോ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോഴും എനിക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ലോഡ് ആവുന്നുണ്ട്. ആപ്പിൾ മ്യൂസിക് എടുക്കാം. ആപ്പിൾ മ്യൂസിക് നല്ല ഫാസ്റ്റായിട്ട് ലോഡ് ആവുന്നുണ്ട്. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. നോക്കുമ്പോൾ മനസ്സിലാവും മച്ച് ഫാസ്റ്റർ ആൻഡ് മച്ച് സ്മൂത്തർ ആയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോഡ് ആവുന്നത്. എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും ആ ഒരു ഒപ്റ്റിമൈസേഷനും പെർഫോമൻസും ആപ്പിൾ നല്ല പീക്ക് പെർഫോമൻസിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം നോക്കാം. നേരെ സെറ്റിങ്സിൽ പോവാം. ബാറ്ററി ഹെൽത്ത് നോക്കുമ്പോൾ 90% എൻ്റെ ബാറ്ററി ഹെൽത്ത് ഉണ്ട്. അതോടൊപ്പം 366 ആണ് എൻ്റെ മാക്സിമം സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് ബാറ്ററിയുടെ. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല രീതിക്കുള്ള ബാറ്ററി ഹെൽത്തും അതോടൊപ്പം പെർഫോമൻസും എനിക്ക് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ലഭിക്കുന്നുണ്ട്. ഒരു ത്രൂ ഔട്ട് 3 to 4 days ഞാൻ യൂസ് ചെയ്താലാണ് ഈ ഒരു ഡിവൈസിൽ എൻ്റെ ബാറ്ററി പെർഫോമൻസ് എങ്ങനെയാണ് എനിക്ക് ലഭിക്കുന്നതെന്ന് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണോ എനിക്ക് ഈ ഒരു ക്യാമറ സൈഡിൽ കുറച്ച് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. വലിയൊരു എക്സ്ട്രീം ചൂടല്ല, പക്ഷേ ചെറിയൊരു ചൂട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡ് ഗ്രിൽസിലൊന്നും വലിയ ചൂടൊന്നുമില്ല, പക്ഷേ ക്യാമറയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇത്രയുള്ളൊരു പോർഷനിൽ എനിക്ക് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ബഗ്സ് ആൻഡ് ബഗ് ഫിക്സസ് എന്ന് പറയുമ്പോൾ കുറേ കൂട്ടർക്കുണ്ടായ ഒരു മേജർ ബഗ്ഗായിരുന്നു ആപ്ലിക്കേഷൻസ് ചില സമയത്ത് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റട്ടർ ചെയ്യുന്ന ഒരു ഇഷ്യൂ കുറേ യൂസേഴ്സ് പറയുന്നുണ്ടായിരുന്നു. ആ ഓരോ സ്റ്റട്ടേഴ്സും അപ്പം പെർഫോമൻസ് ലാഗും ആപ്പിൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു ബേറ്റിൽ വന്നതെന്ന് അറിയണമെങ്കിൽ നേരെ ആപ്പിളിൻ്റെ ഫീഡ്ബാക്ക് ആപ്പ് എടുക്കാം. ഫീഡ്ബാക്ക് ആപ്പിൽ iOS 27 പുതിയ ബേറ്റയുടെ ആ ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ മനസ്സിലാവും.
എല്ലാത്തിലും കൂടുതൽ ആപ്പിൾ റിസോൾവ്ഡ് ഇഷ്യൂസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എയർപ്ലേയിൽ റിസോൾവ്ഡ് ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കുറേ നാളുകളായിട്ടുള്ള ക്യാമറയുടെ പോർട്രേറ്റ് മോഡിലുണ്ടായ ആ ഒരു ബഗ്ഗും ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് ക്യാമറയിലേക്ക് പോവാം. കുറേയധികം ഓപ്ഷൻസ് ആണ് വന്നത്. ക്യാമറയിൽ റിസോൾവ്ഡ് ഇഷ്യൂ ഫിക്സ്ഡ് എന്നുകൊണ്ട് ഇൻ ക്യാമറ ആപ്പ് പോർട്രേറ്റ് മോഡ് ബ്ലർ എഫക്ട് ഈസ് റെൻഡർ ഇൻകറക്ട്ലി ഫോർ ഫോട്ടോ എന്ന് പറയുന്നത് റിസോൾവ്ഡ് ഇഷ്യൂസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വിച്ച് മീൻസ് ഇനി മുതൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോർട്രേറ്റ് മോഡിൽ എടുക്കുന്ന ഫോട്ടോസിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എൻഹാൻസ്മെൻറ്റ് ലഭിക്കും. ആ ഒരു ബഗ് ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കുറേയധികം ഒരു 10-30 കാര്യങ്ങൾ ആപ്പിളോടെ കറക്റ്റായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നോൺ ഇഷ്യൂസും റിസോൾവ്ഡ് ഇഷ്യൂസും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിലില്ലാത്ത എന്തെങ്കിലും ഇഷ്യൂസോ ബാക്കി കാര്യങ്ങളോ നിങ്ങളുടെ ഫോണിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് എടുക്കാം. ഫീഡ്ബാക്ക് ആപ്പിൽ ഇവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തുകൊണ്ടും ആ ഒരു ബഗ് നിങ്ങൾ ആപ്പിളിനെ റിപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് അടുത്ത അപ്ഡേറ്റിൽ ആപ്പിളിന് ഇതേപോലെ എന്തെങ്കിലും ബഗ്ഗുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഫീഡ്ബാക്ക് ആപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്തൊക്കെ വന്നെന്നറിയാൻ മാത്രമല്ല, നിങ്ങളുടെ ഓരോ എക്സ്പീരിയൻസും ബാക്കിയുള്ള ബഗ്ഗുകളും ആപ്പിളിനെ അറിയിക്കാൻ കൂടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. അതോടൊപ്പം അപ്കമിങ് ആയ ഡീറ്റെയിൽസും ബാക്കിയുള്ള അപ്ഡേറ്റ്സും എന്നാണ് വരുന്നത് വെച്ചാൽ നമുക്ക് iOS 26.6ൻ്റെ RC ഈ ഒരു വീക്കിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ റിലീസ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിലായിരിക്കും ഒരു 27 അല്ലെങ്കിൽ 28 ആകുമ്പോഴത്തേക്കും iOS 26.6ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ ലഭിക്കും. ആൻഡ് ആ ഒരു സെയിം വീക്കിൽ തന്നെ iOS 26.7ൻ്റെ ബേറ്റാസ് മേ ബി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഓഗസ്റ്റിലൊക്കെ നമുക്ക് iOS 27ൻ്റെ ബേറ്റാസ് റൺ ചെയ്യും. ആൻഡ് സെപ്റ്റംബർ മിഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് iOS 27 ഒഫീഷ്യലി ആപ്പിൾ റിലീസ് ചെയ്യും. ഈ ഒരു സെപ്റ്റംബറിൽ വരാൻ പോകുന്ന ആപ്പിളിൻ്റെ ഒരു ഫോൾഡ് ഡിവൈസുകളുടെ കോഡും ഓൾറെഡി ആപ്പിൾ ഈ ഒരു ബേറ്റിൽ 27ൻ്റെ ബേറ്റ 4ൽ ആപ്പിൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആക്സിഡൻ്റലി പറ്റിയതായിരിക്കും. കോഡിങ്ങിൽ നോക്കുമ്പോൾ സെപ്പറേറ്റ് ബാറ്ററി ഫോർ ഐഫോൺ എന്നുള്ള ചെറിയ കോഡിങ്ങും ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. സോ വിച്ച് മീൻസ് ആപ്പിൾ ഈസ് പ്രിപ്പയറിങ് ഡബിൾ സൈഡ് സ്ക്രീൻ ഫോൺ. ഈ പറഞ്ഞ 2 ബാറ്ററീസ് എന്ന് പറയുന്നത് നമ്മുടെ ഐഫോണിലൊക്കെ ഒരു സിംഗിൾ ബാറ്ററി ഉള്ളൂ. പക്ഷേ 2 ബാറ്ററി എന്ന് പറയുമ്പോൾ 2 ബാറ്ററി ഒരു സിംഗിൾ സ്ക്രീൻ അല്ലെങ്കിൽ സിംഗിൾ ഡിവൈസ് എന്ന് പറയുമ്പോൾ ഫോൾഡ് തന്നെയാണ് ആപ്പിൾ ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു കാര്യവും കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ iOS 27ൻ്റെ പുതിയ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം അറിഞ്ഞാൽ നമ്മുടെ ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. എല്ലാ വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. സോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോർ വീഡിയോ. ദിസ് ഈസ് Vibin Xavier signing from Evika.